സർ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞ RSSന്റെ നിലപാടെന്താ? അതിലിപ്പം മതേതരത്വവും ജനാധിപത്യവും ഒക്കെ എടുത്തു കളയണം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഇതെല്ലാം ഈ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ 50-ാം വർഷത്തിൻ്റെ നാളുകളിൽ നടക്കുന്ന ചില ചർച്ചകളാണ്. അപ്പോൾ എനിക്കൊരു RSSന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാടിനെക്കുറിച്ച് പ്രസ്താവന ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഏതാണെങ്കിലും എനിക്കൊന്ന് പറയാൻ വേണ്ടി സാധിക്കും. അടിയന്തരാവസ്ഥ ഭരണഘടനയെ മാനിക്കാത്തത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. എൻ്റെ നിരവധി തെളിവുകളുണ്ട്. ഉദാഹരണത്തിന് 1975 ജൂൺ മാസം 25-ാം തീയതി അർദ്ധരാത്രി 11:45 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഇതിനകത്ത് ഓർഡിനൻസിനകത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പിടുന്ന സമയത്ത് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരമില്ല. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരമില്ലാത്ത ഒരു സ്ഥാനത്ത് പിടിച്ച് കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന ശ്രീമതി ഗാന്ധി രാഷ്ട്രപതിയെ കൊണ്ട് കൊടുക്കുന്നതിന് എവിടെ ഭരണഘടനയുള്ളതിനകത്ത്? അവർക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല. ഇല്ല എന്ന് മാത്രമല്ല, അവരതിന് ചെയ്തത് അവർ ഭരണഘടനയിലെ നിരവധി വകുപ്പുകൾ സസ്പെൻഡ് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ലോകം മുഴുവൻ ഇന്ത്യ അംഗീകരിക്കുന്ന ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളാണ്. ഈ മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് അടിയന്തരാവസ്ഥ കാലത്താണ്. അത് രാഷ്ട്രപതി ആണ് അതിനകത്ത് ഒപ്പുവെച്ചത്. ഈ പറയുന്ന രാഷ്ട്രപതി ഇത് വായിച്ചു പോലും നോക്കിയിട്ടില്ല. ഓർഡിനൻസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഓർഡിനൻസിനകത്ത് അദ്ദേഹം അർദ്ധരാത്രി 11:45 അദ്ദേഹം ഒപ്പിടുന്ന സമയത്ത് പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പിറ്റേൻ്റെ ദിവസം 27-ാം തീയതിയാണ് അബുവിൻ്റെ വലിയൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്ത്. മാഡം എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അതായത് ഒരു ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇവർ കൊണ്ട് കൊടുക്കുന്ന പേപ്പറിനകത്ത് സൈൻ ചെയ്തതിന് ശേഷമുള്ള ചോദ്യമാണ് മാഡം എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയ്ക്ക് ഒരു നിലവാരമില്ലാത്ത ഭാരതത്തിൻ്റെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഈ മനുഷ്യൻ ഒപ്പിട്ട് കൊടുത്താണത്. ഒന്നും ചിന്തിച്ചിട്ടില്ല. അതിനുശേഷം 26-ാം തീയതി രാവിലെ 8 മണിക്ക് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അതിന് നിയമപരമായിരിക്കുന്ന അംഗീകാരം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ പറയുന്നത് ഈ ഭരണഘടനയെ RSS കേന്ദ്ര സർക്കാർ മാനിക്കുന്നില്ല എന്ന്. നമ്മൾ ഏറ്റവും ഒരു വേറൊരു ഉദാഹരണം ഒന്ന് ആലോചിച്ച് നോക്ക്. ഏകദേശം 28ഓളം ഭേദഗതികളാണ് 21 മാസക്കാലം കൊണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ഈ ഭരണഘടനയ്ക്ക് വന്നത്. അങ്ങനെ ഭേദഗതി ചെയ്തിരിക്കുന്ന ഭരണഘടനയ്ക്കകത്തിൽ അതിലൊന്നാണ് ഈ പറയുന്ന മതേതരത്വം എന്നുള്ള വാക്ക്. മതേതരത്വം എന്നുള്ള വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഇദ്ദേഹം BR അംബേദ്കർ കൊണ്ടുവന്നല്ല. അദ്ദേഹത്തിൻ്റെ അകത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായിട്ടുള്ള സ്ഥാനമാണ് കൊടുക്കേണ്ടതെന്നാണ് അംബേദ്കർ പറഞ്ഞത്. മതേതരത്വം ചെയ്യുന്ന അങ്ങനെയല്ലല്ലോ. മതേതരത്വം ചില പ്രത്യേക മതവിഭാഗങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വഖഫിന് നിയമം എങ്ങനെയാ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നാണല്ലോ. 1954 കൊണ്ടുവന്നത്. അത് പ്രകാരം വഖഫിൻ്റെ ഭൂമി തീരുമാനിക്കുന്ന ആരാണ്? അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് കൊണ്ടുവന്ന ആരാണ്? 1993 മൻമോഹൻ സിംഗ് ആണല്ലോ. ഇദ്ദേഹം നരസിംഹറാവു ആണല്ലോ കൊണ്ടുവന്നത്. 2013 അതിൻ്റെ വീണ്ടും അമെൻമെൻറ്റ് കൊണ്ടുവന്ന ആരാണ്? അത് മൻമോഹൻ സിംഗ് ആണല്ലോ. അതിൻ്റെ പ്രകാരം അവരെന്താ പറഞ്ഞ്? ഇന്ത്യയുടെ പ്രോപ്പർട്ടിയിൽ, ഇന്ത്യയിലെ സ്വത്തുക്കളിൽ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ പ്രഥമ സ്ഥാനം മുസ്ലിം സമുദായത്തിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന നിരവധി പ്രാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ ചെയ്തതിന്റെ ഭാഗം തന്നെയാണ് അടിയന്തരാവസ്ഥ വന്നത്. അങ്ങനെ തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണെന്നുള്ള തോന്നലുണ്ടോ? അത് മാത്രമല്ല, അതൊരു പ്രധാന കാരണമാണ്. അതിനേക്കാൾ ഉപരി ഇവർക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല കോൺഗ്രസിന്. അല്ല, ഭരണഘടനയിൽ വിശ്വാസമില്ല എങ്കിൽ പോലും താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു പ്രത്യേക മുസ്ലിം വിഭാഗത്തിന് മേൽക്കോയ്മ സൃഷ്ടിക്കുന്ന രീതിയിലാണോ എന്ന് പറയുന്നു. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുടെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചായിരിക്കുമോ? അല്ല, വോട്ട് ലക്ഷ്യം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ അതിൻ്റെ അകത്ത് കാരണം ഞങ്ങൾ വളരെ പുരോഗമനവാദികളാണെന്ന് കാണിക്കണം. പക്ഷെ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവർക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല. അതിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 1976 അവർ കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിന് ശേഷം അവർ കോൺസ്റ്റിറ്റ്യൂഷന് പ്രത്യേകിച്ചൊരു പേരിട്ടു. അതിൻ്റെ പേരിലാണ് ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന്. നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ കഴിഞ്ഞ അടുത്തിടയ്ക്ക് പാർലമെന്റിൽ പൊക്കിപ്പിടിച്ചൊരു കൊച്ചു പുസ്തകം ഉണ്ടല്ലോ. ആ കൊച്ചു പുസ്തകം ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാത്തതുകൊണ്ടാ. വിവരക്കേടിന് ലക്ഷണ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ. അതിന് പേരിൽ അദ്ദേഹത്തിന് അത് ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ള വിവരം അദ്ദേഹത്തിന് യാതൊരു ബോധവും മനുഷ്യരെ സംബന്ധിച്ചില്ല. ആ ബോധമില്ലാത്തത് കൊണ്ടാണ് 28ഓളം വരുന്ന ഭരണഘടനാ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ശ്രീമതി ഗാന്ധി കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് ലിറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനാണ് 1977 ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഒരു മാസക്കാലത്തിന് ശേഷം എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 352 അടക്കമുള്ള അമെൻമെന്റ്സ് വരുത്തി. അതായത് ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ഒരു അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് മറ്റേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടില്ല.
ഇതങ്ങനെയായിരുന്നു. 971 പ്രഖ്യാപിച്ചിട്ടുള്ള അടിയന്തരാവസ്ഥ പിൻവലിച്ചിട്ടില്ല. ആ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് 977 ജനാധിപത്യ അവകാശങ്ങളെ പൂർണ്ണമായിട്ട് നിഹനിച്ചുകൊണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ തകർത്ത് കളയാണ്. സാധാരണ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 4 പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്ന് മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങളെ ഇല്ലാണ്ടാക്കി. അതിന് പറഞ്ഞ പേര് പത്രമാരണ നിയമം എന്നാ പറഞ്ഞേ. അതിനെക്കുറിച്ചിട്ട് ജൂലൈ മാസത്തിൽ ഇന്ദിരാഗാന്ധി 23 എൻ്റെ ഡേറ്റ് ഓർമ്മയുള്ളത്. ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യൻ പാർലമെന്റിലെ പ്രസംഗമുണ്ട്. അതിനകത്ത് ഇന്ദിരാഗാന്ധി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളില്ലാതായ ഒരു സമരം കഴിഞ്ഞു എന്നാണ്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സമരത്തിൻ്റെയും പിന്നിൽ മാധ്യമങ്ങളാണ്. അതുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇനി ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ന് മാത്രമല്ല, അവർ മാധ്യമങ്ങളെ മൊത്തം എല്ലാവരും പത്രമാരുടെ നിയമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ജില്ലാ കളക്ടറുടെ താഴെയുള്ള ഉദ്യോഗസ്ഥനായിരിക്കുന്ന സൂപ്രണ്ടിൻ്റെ മുമ്പിൽ നിങ്ങൾ തയ്യാറാക്കുന്ന പത്രവാർത്തകളുമായിട്ട് അവിടെ ചെന്ന് അവർ വായിച്ച് കേൾപ്പിച്ച് അതിൻ്റെ താഴത്ത് സൂപ്രണ്ടിനെ കൊണ്ട് ഒപ്പിടിച്ചതിന് ശേഷം മാത്രമേ പത്രം പ്രസിദ്ധീകരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അവിടെ എവിടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത്? എവിടെ ഭരണഘടന അവിടെയുള്ളത്? ഏതാണുള്ളത്? ഏത് ഭരണഘടനയിലാണ് ഇത്തരം സൂപ്രണ്ടിനെ കൊണ്ട് ഒപ്പിടിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഭരണഘടനയെ മൊത്തം അവഹേളിച്ച, ഇല്ലായ്മ ചെയ്ത, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നശിപ്പിച്ച. ഞാൻ ചെറിയ ഉദാഹരണം പറയട്ടെ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടക്കുന്നത് ജൂൺ മാസം 25-ാം തീയതിയാണെന്ന് പറഞ്ഞു. അന്ന് തന്നെ രാത്രി വെളുപ്പിന് 3 മണിയായ സമയത്തേക്ക് ആയിരക്കണക്കിന് പ്രതിപക്ഷ നേതാക്കന്മാരെ, ജയപ്രകാശ് നാരായണനെ പോലുള്ള വന്ധ്യവയോധികൻ അറസ്റ്റ് ചെയ്യുന്നത് അർദ്ധരാത്രിയിലാണ്, 1 മണി സമയത്താണ്. അന്നാണ് അദ്ദേഹം പറഞ്ഞത് വിനാശകാലി വിപരീത ബുദ്ധി എന്നുള്ള അദ്ദേഹത്തിന്റെ പദപ്രയോഗം അവിടെ നിന്നാണ്. അടൽ ബിഹാരി വാജ്പേയി അറസ്റ്റ് ചെയ്യുന്ന ആ സമയത്താണ്. മൊറാർജി ദേശായി അറസ്റ്റ് ചെയ്യുന്ന ആ സമയത്താണ്. ലാൽ കൃഷ്ണ അദ്വാനി അറസ്റ്റ് ചെയ്യുന്ന ആ സമയത്താണ്. ചൗധരി ചരൺ സിംഗിനെ അറസ്റ്റ് ചെയ്യുന്ന ആ സമയത്താണ്. എല്ലാ നേതാക്കന്മാരെയും അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് അവരെയൊക്കെ കൊണ്ട് ജയിലിൽ പാർപ്പിച്ച ആളുകളാണ് പറയുന്നത് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷന് മാറ്റം വരുന്നു എന്നുള്ളത്. ഭരണഘടന എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞത് മൗലികാവകാശങ്ങളാണ്. ഈ മൗലികാവകാശങ്ങൾ ഇല്ലായ്മ ചെയ്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അതിന് പല കാരണമുണ്ട്. ഇന്ദിരാഗാന്ധി ഒരു ഏകാധിപതിയാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിക്കാരിയായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. എനിക്ക് നിരവധി തെളിവുകൾ നിരത്താൻ സാധിക്കും. നിരവധി അഴിമതികൾ അവരുടെ പേരിലുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 60 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്ന നാഗർവാലയുടെ മൽഹോത്ര വഴിക്ക് പണം കൈപ്പറ്റിയതിൻ്റെ ചരിത്രം രേഖകൾ ഇവിടെയുണ്ട്. ഇന്ന് മാത്രമല്ല, നാഗർവാല എന്ന് പറയുന്ന ആള് 4 വർഷക്കാലം ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് അവിടെ കിടന്ന് മരിക്കുകയാണ്. ഇയാൾ സംസാരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ശബ്ദത്തിലാണ്. ഇയാൾ സംസാരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ആയിട്ടുള്ള PN ഹക്സറിന്റെ ശബ്ദത്തിലാണ്. അങ്ങനെയൊക്കെ സംസാരിച്ചല്ല നാഗർവാല കൊല ചെയ്യപ്പെടുന്നു. ഇതിന്റെ അന്വേഷണം നടക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ 1 വർഷത്തിനകം അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഇന്ത്യയിലെ കൃത്യമായിട്ടുള്ള ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് എക്കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് വിശ്വാസമില്ല. അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പാർട്ടിയുടെ അധ്യക്ഷൻ ആരായിരിക്കണം? തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കണ്ടേ? ആരാ പാർട്ടിയുടെ അധ്യക്ഷനെക്കാലത്ത്? ഇപ്പം നമ്മുടെ ഖാർഗെ ആക്കി എന്നൊക്കെ പറഞ്ഞു. ആ ഖാർഗെ ആക്കിയതിനോട് നമുക്കൊരു സിമ്പതി മതി. അതിനകത്ത് വലിയ പ്രാധാന്യമൊന്നും ഖാർഗെക്കില്ല. കാരണം ഖാർഗെക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള അധികാരമൊന്നും ഇല്ലല്ലോ. അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ചോദിക്കും. രാഹുൽ ഗാന്ധി പറയും ഞാൻ അമ്മയോടും കൂടി ചോദിക്കട്ടെ എന്ന് പറയും. ഈ അമ്മയും മകനും കൂടി തമ്മിലുള്ള തീരുമാനം വേണമെങ്കിൽ ഇപ്പം പെങ്ങളോടും സഹോദരിയോടും ചോദിച്ചു എന്ന് വരാം. ഇവർ 3 പേരും കൂടി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾ മാത്രമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസിഡന്റ്. ഇവർക്ക് ഇത്തരം യാതൊരു അധികാരങ്ങളും ഇവരെ സംബന്ധിച്ചില്ല. ഇവർക്ക് ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസവുമില്ല. ഇവർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ല. ഇവർക്ക് വിശ്വാസം പൂർണ്ണമായിട്ട് അവരുടെ കുടുംബത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ അടിയന്തരാവസ്ഥ 50-ാം വർഷത്തിലാണ്. അടിയന്തരാവസ്ഥ കാലത്താണ് ഇവർ ആദ്യമായിട്ട് ജനാധിപത്യം മതേതരത്വം ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചേർക്കുന്നത്. അതിന്റെ ആവശ്യമില്ല എന്നാണ് അംബേദ്കർ പറഞ്ഞിരുന്നത്. സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സംജ്ഞ ചേർത്തു അതിനകത്ത്. അതിന്റെ ആവശ്യമില്ലെന്ന് അംബേദ്കർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽപ്പെട്ട വേണ്ടാത്ത ചില സംഗതികൾ കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമമായിരുന്നു ഇന്ദിരാഗാന്ധി നടത്തിയത്. അപ്പൊ നമുക്ക് ചിലർക്ക് തന്നെ പറയാറുണ്ട് ഇന്ദിരാഗാന്ധി നരേന്ദ്രമോദി ആ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. ഒന്നുമില്ലപ്പാ. കാരണം ഞാൻ നല്ല തെളിവ് പറഞ്ഞാല് ഇന്ദിരാഗാന്ധി ജന്മനാ ഫാസിസ്റ്റാണ്.
ജന്മന ഫാസിസ്റ്റ്. അവരാദ്യമായിട്ട് ഫാസിസ്റ്റ് എന്ന് വിളിച്ചത് 1959 ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചിട്ട് അവരുടെ ഭർത്താവായിരിക്കുന്ന ഫിറോസ് ഗാന്ധിയാണ് അവരെ ആദ്യമായിട്ട് ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവർ ഫാസിസ്റ്റാണ്. അതിനു മുന്നേ ഇവരെ കുറിച്ച് ചെയ്തിരിക്കുന്ന ഇവരുടെ അച്ഛനാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഇവരെ മറ്റേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവരെ പുറത്താക്കിയതാ. ഇവരെ പുറത്താക്കിയിട്ട് ഇവർ അവിടെ നിന്ന് വരാൻ കൂട്ടാക്കിയില്ല. അച്ഛൻ ബലമായിട്ട് ഇവർ കൊണ്ടുവരുന്ന സമയത്ത് ഇവർ പറയുകയാണ്, എന്നെ ബലമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി അച്ഛനോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞ് നാട്ടിലെത്തി 4 മാസക്കാലത്തോളം അച്ഛനോട് സംസാരിക്കാതെ കണ്ട് നിവൃത്തി കെട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവർ വീണ്ടും അവിടെ ലണ്ടനിൽ കൊണ്ടുപോയിട്ട് ആക്കുന്നതാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ജന്മനാ ഫാസിസ്റ്റ്, വലിയൊരു ഭീകരയായിട്ടുള്ള അഴിമതിക്കാരി. അവർ അഴിമതിയുടെ നീണ്ട ചരിത്രമാണുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു സ്ത്രീ സ്വന്തം കസേര ഉറപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സാധനം 28ഓളം വരുന്ന ഭരണഘടനയുടെ ഭേദഗതികൾ. അതിലൊന്നായിരുന്നു ഈ പറയുന്ന സോഷ്യലിസം കൊണ്ടുവന്നത്, അതിലൊന്നായിരുന്നു മതേതരത്വത്തിൽ നിന്ന് സംജ്ഞ കൊണ്ടുവന്നത്. ഈ പറയുന്ന 2 സംജ്ഞകളും ഭാരതത്തെ സംബന്ധിച്ച് ഭരണഘടനയ്ക്ക് ഉപരിയായിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിനകത്തുള്ളതാണ്. ജനങ്ങളുടെ മനസ്സിനകത്തുള്ള സംഗതികൾ അച്ഛനോട് നന്നായി പെരുമാറണം, അമ്മയോട് നന്നായി പെരുമാറണം എന്ന് ഭരണഘടനയിൽ പറയേണ്ട ആവശ്യമില്ല. അത് ഭാരതത്തിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് അത്തരം തട്ടിപ്പുകളെ അതിനർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം.